കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടോക്കിയോ റേഞ്ചേഴ്സിന്റെ 3 കില്ലൻ ചാപ്റ്റേഴ്സ് ആണ്. അതായത് 196, 197, 198 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട, അതേപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നിർത്തി നമ്മുടെ സാൻസു എന്ന് പറയുന്ന ക്യാരക്ടറിനാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ എന്തോ ഒരു സാധനം കഴിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ താഴെ 3 പേരെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിലൊരുത്തൻ നന്നായിട്ട് കരയുന്നുണ്ട്. പുള്ളിക്കാരൻ പേടിച്ച് പറിച്ചിട്ടാണ് ഈ കരയുന്നത്. പെട്ടെന്ന് നമ്മുടെ സാൻസു അടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മിണ്ടി പോകരുതില്ല, ഇപ്പൊ നമ്മുടെ ലീഡർ ആയിട്ടുള്ള മൈക്ക് സംസാരിക്കാൻ പോകുക. അതേസമയം മൈക്ക് ആയിട്ട് ദൂരത്തിരുന്ന് ഒരു ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്ക് അവ പറയുന്നുണ്ട്, അവന്മാരെ കൊന്നുകളഞ്ഞേക്ക്. അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മുടെ സാൻസു പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് തോക്കുകൊണ്ട് അവരെ 3 പേര് വെടിവെച്ച് കൊന്നുകളയും. സോ ഇതാണ് സാൻസു, ബോട്ടനിലെ നമ്പർ 2. അടുത്തത് കക്കുച്ചോ, ബോട്ടനിലെ നമ്പർ 3. പിന്നെ കുറച്ചധികം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ട്. താക്കോമി ആകാശി, ഹജിമെ കൊക്കോനോയ്, റിൻഡോ ഹൈറ്റാനി, റാൻ ഹൈറ്റായി, കാഞ്ചി മോജിക്കുസി. പിന്നെ ഇവരുടെ ലീഡർ എന്നറിയപ്പെടുന്ന മാഞ്ചിറോ സനോ. ഇല്ല, ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല. മൈക്കാണ് നിന്റെ ലീഡർ. അതെ താക്കേമിച്ചി, നിന്റെ മൈക്കാണ് ഈ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. മൈക്ക് ഒരിക്കലും അങ്ങനെ ആകത്തില്ല. നീ പറയുന്നത് എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ തെറ്റാണെന്നാണോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷെ എനിക്ക് എന്തായാലും മൈക്കിനെന്ന് കാണണം. താക്കിമിച്ചി എന്തുവാണ് പറയണമെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? നീ കണ്ട മൈക്കല്ല ഇപ്പോൾ ഉള്ളത്. അവൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നീ ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് ഷേക്കാനിതാന്ന് പറഞ്ഞുകൊണ്ട് താക്കിമിച്ചി തന്റെ കൈകൾ ഉയർത്തുവാണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പാസ്റ്റിലേക്ക് പോകുവാണ്, എനിക്ക് മൈക്കിയോട് കാര്യങ്ങൾ തിരക്കണം. താക്കിമിച്ചി, നിനക്ക് എന്നെ വട്ട് പിടിച്ചോ? നീ ഓൾറെഡി എന്റെ സിസ്റ്ററിനെ സേവ് ചെയ്ത്, എല്ലാവരെയും സേവ് ചെയ്തു. നീ നിന്റെ മിഷൻ അക്കംപ്ലിഷ് ചെയ്തു. ഇനി നീ ബാക്കിലേക്ക് പോകുന്നത് മണ്ടത്തരമാണ്. ഞാറ്റോ, നിനക്ക് അവനെ അറിഞ്ഞൂടാ. അവനില്ലായിരുന്നെങ്കിൽ ഈ കാണുന്ന ഞാനിവിടെ നിൽക്കത്തില്ല. ഈ കാണുന്ന ഫ്യൂച്ചർ നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ തന്നെ തിരിച്ചു വന്നേക്കാം. കാര്യങ്ങൾക്കൊന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കാം. എന്ത് കഷ്ടാണ്. ഒരിക്കലും നിന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അല്ലേ? എന്നിട്ട് നാറ്റോ താക്കിമിച്ചിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യുവാണ്. ഹാൻഡ് ഷേക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടും നമ്മുടെ താക്കിമിച്ചി ബാക്കിലേക്ക് പോകുന്നില്ല. ഹാൻഡ് ഷേക്ക് ചെയ്തല്ലോ, പക്ഷേ എനിക്ക് സമയത്തിന് ബാക്കിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇതെന്തോ താക്കിമിച്ചി, എനിക്ക് തോന്നുന്നു ഞാൻ എന്ന ട്രിഗറിന്റെ റോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഈ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഇതെന്റെ ഒരു തിയറിയാണ്. എനിക്ക് ഈ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ട്രിഗർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചിഫുയുടെ പെറ്റ് ഷോപ്പാണ്. ചിഫു പറയുന്നുണ്ട്, എന്താടാ നിനക്കിനി പോകാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ ഹിനാച്ചാനെ രക്ഷിച്ച് ബാക്കിയുള്ളവരെ എല്ലാവരും രക്ഷിച്ച്, ഇനി അതിന് കാര്യമില്ലല്ലോ. എനിക്ക് മൈക്കിനെ കാണണം, എനിക്ക് മൈക്കുമായിട്ട് സംസാരിക്കണം. നിനക്കറിയാമായിരുന്നല്ലോ മൈക്ക് മറ്റൊരു വഴിക്ക് പോയത്. നീ ഒന്നും തിരക്കൊന്നുമില്ല. ഞാനും തിരക്കിയടാ. മൈക്ക് കാണാതായി കുറച്ച് കഴിയുമ്പോൾ ഞാനും തിരക്കി. പക്ഷെ എനിക്കൊന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അവസാനം ഞാനൊരു കാര്യം വിശ്വസിച്ചു. മൈക്ക് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ ഓൺ പാത്ത് ചൂസ് ചെയ്തു. അങ്ങനെ അവൻ ജീവിക്കാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെ പോലെ ഞാനും എന്റെ ഒരു പാത്ത് കണ്ടുപിടിച്ച് അവിടെയും ജീവിക്കാൻ തുടങ്ങി. എന്റെ താക്കേമിച്ചി, നമ്മൾ പണ്ടത്തെ പോലെ കൊച്ചു കുഞ്ഞൊന്നുമല്ല. നിനക്കൊരു ജീവിതമുണ്ട്. ഹിനയായിട്ട് നിന്റെ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സോ നീ അതൊക്കെ മറന്നിട്ട് നീ മര്യാദക്ക് നിൽക്കാൻ നോക്കും. അതെല്ലാം കേട്ടിട്ട് നമ്മുടെ താക്കേമിച്ചി അവിടെ നിന്ന് പോകുവാണ്. പക്ഷെ പുള്ളിക്കാരൻ എന്നിട്ടും എന്തോ ഒരു ഇത് മനസ്സിൽ കിടപ്പുണ്ട്. ഇങ്ങനെ മൈക്കിനെ ആലോചിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ നടക്കുന്നത്. എനിക്കും അത്ര പെട്ടെന്ന് മൈക്കിനെ മറക്കാൻ സാധിച്ചില്ല. താക്കേമിച്ചി പെട്ടെന്ന് ഞെട്ടി സൈഡിലേക്ക് നോക്കുന്നുണ്ട്. അവിടെ ആയിട്ട് നമ്മുടെ കാസ്തറ കുഞ്ഞുണ്ട്. ഏകദേശം 10 വർഷത്തോളമായി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് എല്ലാം തന്നെ മാറിപ്പോയി. എന്തിന് ഞാൻ തിരിച്ചു വന്നപ്പോൾ തോമാൻ പോലും ഇല്ലായിരുന്നു. മൈക്ക് ഇല്ലാഞ്ഞിട്ട് പോലും എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇരുന്നു. എല്ലാവരും ചിരിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മൈക്ക് ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അവൻ അങ്ങനെ എല്ലാവരുടെ ഫ്രണ്ടിൽ അവന്റെ വീക്ക്നെസ് കാണിക്കാതല്ല, അവനെല്ലാം തന്നെ അവന്റെ മനസ്സിൽ ഒളിച്ചു വെക്കുന്ന കൂട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, മൈക്ക് ഇപ്പൊ ജീവിക്കുന്നത് അവന്റെ ഇഷ്ടത്തിനല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് നിനക്ക് ബാക്കിലേക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിലും നമുക്ക് അവനെ ഇവിടെ വെച്ച് എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിക്കാമല്ലോ. അങ്ങനെ നമുക്കൊന്ന് കാണാനെങ്കിലും പറ്റുമല്ലോ. ഓൾമോസ്റ്റ് 2.5 മാസം കഴിഞ്ഞു. താക്കേമിച്ചിക്ക് ഒരു ക്ലൂ പോലും മൈക്കിനെ കുറിച്ച് കിട്ടിയിട്ടില്ല. അവൻ പറയുന്നുണ്ട്, എത്ര സമയം പോയാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എങ്ങനെ പോയാലും മൈക്കിനെ കണ്ടുപിടിച്ചിരിക്കും. പെട്ടെന്ന് നമ്മുടെ താക്കേമിച്ചിയുടെ മൊബൈൽ റിംഗ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഹക്കായി ആയിരുന്നു. ഹക്കായി പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ടൈം ക്യാപ്സ്യൂൾ ഓപ്പൺ ചെയ്യാനുള്ള സമയമായി. 2006 അവരെല്ലാരും കൂടെ കുഴിച്ചിട്ടിരുന്ന ആ ഒരു ടൈം ക്യാപ്സ്യൂൾ അവർ ഇന്ന് തുറക്കാൻ പോകുവാണ്. അങ്ങനെ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, മൈക്ക് ഒഴിച്ച്. ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർ അതിന്റെ അന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. അവർ പണ്ട് വെച്ച കുറേയധികം ബുക്സും കുറേയധികം കല്ലും അങ്ങനെ കുറേയധികം കാര്യങ്ങൾ. പിന്നെ അവർ തന്നെ അവർക്ക് വേണ്ടി എഴുതിയ കുറച്ചധികം ലെറ്റേഴ്സ് ഒക്കെ വായിച്ച് അവർ ചിരിക്കുകയും കരയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡ്രാഗൻ എന്ന് വെച്ചത് അവരുടെ ഒരു ഫോട്ടോ ആയിരുന്നു. അതിന്റെ കൂടെ നമ്മുടെ ഡ്രാഗൻ പുള്ളിക്കന്നെ വേണ്ടി വെച്ച ഒരു കത്തുണ്ട്. ആ കത്ത് ഒച്ചത്തിൽ വായിക്കുവാണ്. നീ ഇപ്പൊ എന്ത് ചെയ്യുവാടാ? സുഖമായിട്ടിരിക്കുവാണോ? നിനക്ക് ഇപ്പോഴും ബൈക്കിനോടൊക്കെ ഇഷ്ടമുണ്ടോ? അതുമല്ല നിനക്ക് വല്ല പിള്ളേരൊക്കെ ഡിസ്മാൻഡ് ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മുടെ ലീഡറിന്റെ ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ ഞാനത് എല്ലാവരുടെ ഫ്രണ്ടിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യം എന്നാൽ ഞാനത് നന്നായിട്ട് എന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. തൊമാൻ എന്ന് പറയുന്നത് എന്റെ എല്ലാമായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഞാനിന്ന് കുറെ കരഞ്ഞു. കുറെ എന്ന് വെച്ചാൽ കുറെ അധികം കരഞ്ഞു. എല്ലാവരും എന്തിനി
മൈക്കി ആയിരിക്കും അന്ന് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫീലിങ്സ് എല്ലാം ഇവിടേക്ക് മാറ്റി വെക്കുവാണ്. ഇനി എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല. നീ ഇപ്പോൾ വലുതായി, അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. പണ്ടത്തെ കാര്യം ആലോചിച്ച് വിഷമിക്കുകയും ചെയ്യല്ലേ. നീ ഒരു കാര്യം ഒരിക്കലും മറക്കല്ലേ, നിന്റെ കൂടെ എപ്പോഴും എന്മയുണ്ട്. അത് നീ ഒരിക്കലും മറക്കാൻ പാടില്ല. ഡ്രാഗന്റെ ഈ കത്തുകൾ വായിച്ചിട്ട് എല്ലാവരും ഒന്നും മിണ്ടാതെ അതും കേട്ടിരിക്കുവാണ്. അപ്പോൾ ഡ്രാഗൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ വന്നില്ല, പക്ഷെ അവന്റെ കത്ത് നമുക്കൊന്ന് വായിക്കണം. എന്നിട്ട് ആ ഒരു കത്ത് കാണിക്കുവാണ്. മൈക്കിക്ക് എഴുതിയ ആ ഒരു കത്ത്. അങ്ങനെയാണ് ചാപ്റ്റർ 198 ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.